ലിബറൽ ഡെമോക്രസി ഇറ്റ്സെൽഫ് നമ്മൾ കണ്ടുപിടിച്ചൊരു കാര്യമാണ് അല്ലേ. നമ്മളൊരു ഹൈറ്റ് ഉണ്ടാക്കുകയാണ്. നമുക്ക് പല മൊറാലിറ്റീസ് ഉണ്ട്. ലൈക്ക് സംതിങ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്ന ഒരു ധാർമ്മിക ഉയരം അതാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂഡൽ സെക്ടേറിയൻ സൊസൈറ്റിയാണ്. വി ആർ കമ്മ്യൂണലി ഡിവൈഡഡ് ഓൾസോ, ദാറ്റ്സ് എ ഫാക്ട്. അപ്പോൾ അങ്ങനൊരു സൊസൈറ്റിയിൽ എല്ലാവരും ഒരേപോലെ കാണണം, സമത്വം വേണമെന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ജാതീയത ഉണ്ടായിരുന്നൊരു സമൂഹമാണ്, അടിമത്തം ഉണ്ടായിരുന്നൊരു സമൂഹമാണ്. അവിടെ നമ്മൾ സമത്വം എന്ന് പറഞ്ഞൊരു ആശയം ആ ചന്തയിൽ കൊണ്ടുവെക്കുമ്പം ആളുകൾ അവർക്കത് എന്തായി സാധനം, ഇത് എവിടുന്ന് വരുന്നു എന്ന് തോന്നും. അരെ അവരതിൽ വിശ്വസിച്ചിട്ടില്ല, അവരിൽ അതില്ല. പിന്നെ അവരിലേക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ തുറന്ന് കയറ്റുകയാണ്. സമത്വം എന്ന് പറഞ്ഞ ഇതാണ്, ആണ്, പെണ്ണ്, ട്രാൻസ്ജെൻഡേഴ്സ്, മറ്റിവരെല്ലാം തുല്യരാണ്. ഇവർ എങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത്? വ്യത്യസ്തത എന്ന് പറയുന്നത് തുല്യതയ്ക്ക് എതിരല്ല എന്നും, വ്യത്യസ്തത ഉള്ളതുകൊണ്ടാണ് തുല്യത ആവശ്യപ്പെടുന്നതും എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻഗ്രെയിൻഡ് ആവുകയാണ്. അപ്പോൾ അത് നോർമലി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന മൊത്തത്തിൽ ഈ മൊറാലിറ്റി റിഫൈൻമെൻ്റ് ആണ്. പക്ഷേ ആളുകൾ വിചാരിക്കുന്നത്, ഐ ഗോ ടു യൂണിവേഴ്സിറ്റീസ്, ഐ കൺസൾട്ട് ഓതേഴ്സ്, ഐ റീഡ് ബുക്സ്. ആക്ച്വലി യു ആർ മോറൽ എഡ്യൂക്കേഷനാണ് ഇതിൽ നിന്നല്ല. കാരണം ഇതിൻ്റെ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ കീപ്പ് ചെയ്യാം. പക്ഷേ ഈ മോറൽസ് ആണെന്ന് വെച്ചാൽ ദ ഡൂസ് ആൻഡ് ഡോൺസ് ആൻഡ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് ഒരു ഈ നമ്മൾ പറയുന്നല്ലേ മദ്യം ഓറഞ്ചിൽ നിന്നും ആപ്പിളിൽ നിന്നും ഊറി വരുന്ന ആ സാധനം ഉണ്ടല്ലോ, അതേപോലെ ഒരു ഇതാണ് ഈ മൊറാലിറ്റി ആയിട്ട് വരുന്നത്. ഡ്രോപ്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇൻപുട്സാണ് നമ്മുടെ ഈ ഡേറ്റ മുഴുവൻ. ഇപ്പോൾ ചില ആൾക്കാർ ഒരുപാട് ഡേറ്റ ഇങ്ങനെ പ്രോസസ്സ് ചെയ്യുമ്പോഴായിരിക്കും ഒരല്പം ഒരു സാധനം അതിനകത്ത് കിട്ടുക. ഈ നോളജ് ബേസിക്കലി എല്ലാ നോളജും മോറൽ നോളജാണ്. മോറൽ എന്ന് പറയുമ്പോൾ ബേസിക്കലി സഹായകരമായ സാധനം എന്നേ അർത്ഥമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നല്ല മൊറാലിറ്റി, മോശം മൊറാലിറ്റി അങ്ങനെയില്ല. ഒരു സിറ്റുവേഷനെ സൂട്ട് ചെയ്യുന്നുണ്ടോ? വെൻ യു ആർ ഡൗൺ, ഐ കം ടു യുവർ എയ്ഡ്, ദാറ്റ്സ് ഗുഡ്, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ്സ് റിട്ടൺ ഇൻ യുവർ ബ്രെയിൻ. ആക്ച്വലി നിങ്ങൾ ചിലപ്പോൾ ആ ബ്രെയിനകത്ത് നിങ്ങളൊരു റോങ് മാൽവെയർ കയറ്റുന്നുണ്ട്, നിങ്ങളുടെ മതം, നിങ്ങളുടെ ജാതി. ദെൻ യു ആർ ഡൗൺ, ദെൻ ഐ ഡോണ്ട് കം ടു യുവർ എയ്ഡ്. വൈ? അവൻ വേറെ ജാതിയാണ്, അവൻ വേറെ പാർട്ടിയാന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഓർമ്മയുണ്ടോ? അതേപോലെ അവൻ വേറെയാണ്. ഇത് മാൽവെയറാണ്. മോറൽ സ്റ്റോറീസിലൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു മൊറാലിറ്റിയാണ്. നമ്മളുടെ ഈ മോറൽ സ്റ്റോറീസൊക്കെ വളരെ പരിമിതമല്ലേ. അപ്പം ബേസിക്കലി ഒരു മതകഥ ഒക്കെ സ്ഥാപിക്കാനായിട്ടൊക്കെയാണ് നമ്മൾ. അല്ല, മതത്തിൻ്റെ പുറത്തും ഉണ്ടല്ലോ മോറൽ സ്റ്റോറി. അതെ, ആ കഥകളൊക്കെ തന്നെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ അത് അവരുടെ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ഒരു പോയിന്റ് അവർ സ്ഥാപിക്കാനായിട്ട് ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ വരും. അപ്പോൾ അത് നല്ലതല്ലേ? അല്ല, ഈ മതത്തിൻ്റെ മൊറാലിറ്റി എന്നല്ല പറയുന്നത്, മൊറാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് മതം സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മതത്തിനകത്ത് മൊറാലിറ്റി ഒന്നും ഇല്ലല്ലോ. മതം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നർ മാത്രമാണ്. ഇപ്പോൾ ഞാനൊരു അങ്ങനെ മതത്തിനകത്ത് മൊറാലിറ്റി ഇല്ല എന്നുള്ളത് കുറച്ചൊക്കെ കാണൂലേ? ഇല്ല, അങ്ങനെയല്ല മൊറാലിറ്റി വരുന്നത്. മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ മതം പിന്നീട് വളരെ പുതിയ സാധനമല്ലേ. മതം ഇന്നലെ വന്ന സാധനമല്ലേ. ഈ മതങ്ങളുടെ ഒരു പരിണാമത്തെ പറ്റിയൊക്കെ സാർ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്? ഏത് മതങ്ങൾ? മതം ബേസിക്കലി ഒരു എന്താ പറയുന്നത്, ആദ്യത്തെ വിഡ്ഢിയെ കണ്ടെത്തി ആദ്യത്തെ ബുദ്ധിമാൻ നിർമ്മിച്ച ഒരു സാധനമാണെന്നാണല്ലോ പറയുക. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ അവിടെ ഉണ്ടാവണം. നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ സ്വർഗം എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് ഞാൻ പറയും. എനിക്ക് അതിനൊരു പ്രൂഫും തരാൻ പറ്റില്ല. പിന്നെ ഈ സ്വർഗം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത് മരണശേഷമാണ്. മരണശേഷം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും എന്തും പറയാം അല്ലേ. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ അർത്ഥമില്ല. ജീവിതത്തിൽ ഒരു പ്രൂഫും കൊടുക്കണ്ട. ഇപ്പോൾ തെളിവില്ലാതെ, ലാഭമില്ലാതെ, തിരിച്ച് കൊടുക്കാതെ ഒരു ബിസിനസ് ചെയ്യാൻ കഴിയുന്നു. ഇതിന് വലിയ സാധ്യതകളാണുള്ളത്. മനുഷ്യന് കൊതിയുണ്ട്, പേടിയുണ്ട്. അവനെ കൊതിപ്പിച്ചും പേടിപ്പിച്ചും മിക്കവാറും കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ഈ രണ്ട് സോഫ്റ്റ്വെയർ ഇരിക്കുന്നിടത്തോളം തന്നെ കൊതിയും പേടിയും ഇല്ലാത്തവനെ വിശ്വാസിയാക്കാൻ പറ്റില്ല. എല്ലാ മതത്തിലും നോക്കുക, ഇത് ചെയ്യുക അത് കിട്ടും, മോക്ഷം കിട്ടും, ഇത് കിട്ടും, അത് കിട്ടും, അത് ചെയ്താൽ അത് സംഭവിക്കും, നിന്നെ പൊരിക്കും എണ്ണയിൽ. ഈ ട്രൈബൽസിൽ നമ്മൾ ഗുഹാകാലത്തും ആ സമയത്തൊക്കെ ഈ ഷാമൻസ് എന്ന് പറയുന്ന ഒരു തരം ആളുകൾ സ്ഥിരം ഉണ്ടായിരുന്നല്ലോ, സ്പിരിറ്റ്സുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന. അപ്പോൾ അവരായിരിക്കുമോ ഈ റിലീജിയൻ്റെ ആദ്യത്തെ ലൂക്ക? ആയിരിക്കും. ഈ മരിച്ചു കഴിഞ്ഞാൽ അതിജീവിക്കും എന്നുള്ളത് നമ്മുടെ ഒരു വിഷ്വൽ തിങ്കിങ് ആണ്. ഇപ്പോൾ മരിച്ച ആളുകൾക്കെല്ലാം ഈ എക്സ്പീരിയൻസ് ഉണ്ടാവും.
ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാനിപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷം പല ദിവസങ്ങളിലും ഈ മഴയുള്ള രാത്രികളിൽ അച്ഛൻ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഈ കംസ് ലൈക്ക് വേർഡ്സ് പറയണം, ഇറ്റ് കംസ് ടു മൈ ഇൻവേർഡ് ഐ ആൻഡ് വെൻ മൈ ഹാർട്ട് വിത്ത് പ്ലഷർ ഫിൽസ് ആൻഡ് ഡാൻസസ് വിത്ത് ദ ഡഫോഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛൻ വരുന്നു, ഞാൻ അച്ഛനോട് സംസാരിക്കുന്നു. കുറേ കഴിയുമ്പോൾ അച്ഛൻ പോകുന്നു. എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ എക്സ്പീരിയൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. പണ്ട് ഈ ഒരു കാര്യം അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആത്മാവെന്നോ അച്ഛൻ്റെ ഇതൊന്നോ ആ രീതിയിലുള്ള ഒരു റോങ് കൺക്ലൂഷനിലേക്കായിരിക്കും ഞാൻ പോകുന്നത്. ഞാൻ പിന്നെ ബലിയിടാനും അതിനും ഇതിനൊക്കെ നടക്കും. പക്ഷേ ഇതങ്ങനെയല്ല സംഭവിച്ചതെന്ന് എനിക്കിപ്പോൾ അറിയാം. ബിക്കോസ് ഐ ഹാവ് എ ഡേറ്റ, വളരെ തിക്കായിട്ടുള്ള ഡേറ്റ ഉണ്ട് അച്ഛനെക്കുറിച്ചുള്ള. ഞാൻ ഉറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്ലേ ചെയ്യാണ്. ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അന്ന് ആ അച്ഛൻ മരിച്ച കാലയളവിൽ വലിയ തോതിൽ അച്ഛനുമായിട്ട് എനിക്ക് സമ്പർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ഹാപ്പൻസ്. ഇത് നിങ്ങൾക്ക് റോങ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം തരം ഒരു പൊളപ്പൻ വിശ്വാസിയായിട്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ സാധിക്കും. സെമിറ്റിക് മതങ്ങളെ പറ്റി ഇൻ്റർനാഷണൽ ലെവലിൽ കണ്ടമാനം ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഹിസ്റ്ററിയൊക്കെ അത്യാവശ്യം ഡോക്യുമെൻ്റഡ് ആണ്. താല്പര്യമുള്ളവർക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഈ മിക്കവാറും ഇതിനെ പറ്റിയുള്ള ഹിസ്റ്ററിയൊന്നും ഒരു സെക്യുലർ ഹിസ്റ്ററി അല്ല എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ആസ് എ ഹോൾ നമ്മൾ ഹിസ്റ്ററി എഴുതുന്നതിലും സൂക്ഷിക്കുന്നതിലും ഇത്ര മിടുക്കരല്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. ഇപ്പോൾ രാജതരംഗിണി, കൽഹാനയുടെയൊക്കെ 12ാം നൂറ്റാണ്ടിൽ അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ പോലും ബേസിക്കലി നമ്മളൊരു ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് വെച്ച ഇതിൽ താല്പര്യം ഏറെ കാണിച്ചിട്ടുള്ള ഒരു ജനതയല്ല. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ഹിസ്റ്ററി പല രീതിയിലും നമ്മൾ ഈ ശിലാലിഖിതങ്ങളിലൂടെയും മറ്റ് ലിറ്ററേച്ചറിലൂടെയൊക്കെ കിട്ടുന്ന ഹിസ്റ്ററിയാണ് നമുക്ക് കൂടുതലും ഉള്ളത്. നമ്മൾ ബേസിക്കലി അത്ര വലിയൊരു ചരിത്രം രചിച്ച മനുഷ്യരല്ല എന്നുള്ളതാണ് വെസ്റ്റേണേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റോമൻ ഹിസ്റ്റോറിയൻസും ഒക്കെ ആയിട്ട് നോക്കാം. ഇപ്പോൾ സാർ മനസ്സിലാക്കിയ ഭാരതീയ മതപാരമ്പര്യങ്ങളുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് സമ്മറി. ഭാരതീയ മതം എന്ന് പറയുന്ന സംഗതി ഇന്ത്യക്ക് പുതിയ കാര്യമാണ്. ബേസിക്കലി ഓർഗനൈസ്ഡ് റിലീജിയൻസ്, നമ്മൾ ബേസിക്കലി ട്രൈബലിസം, ഫ്യൂഡലിസം, അങ്ങനെയൊക്കെയുള്ള ഒരു കൾട്ട്, അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ള മതങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്ന് പറയുമ്പോൾ ആ ഇൻഡസിന് ഇപ്പുറമുള്ള മനുഷ്യരുടെ മതം എന്നുള്ള അർത്ഥത്തിലാണ്. ഹിന്ദു എന്ന് പറയുന്ന മതം ശരിക്കും ഉണ്ടായി വരുന്നത് ബിക്കോസ് ഓഫ് ദ സെമിറ്റിക് റിലീജിയനാണ്. ഞാൻ തന്നെ പറയാറുണ്ട്, ഹിന്ദു മതത്തിൻ്റെ സ്ഥാപകൻ മുഹമ്മദാണ് എന്നാണ് എൻ്റെ ഒരു വാദം. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ മതം, ഓർഗനൈസ്ഡ് റിലീജിയൻ എന്നുള്ള സാധനം യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഘപരിവാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കും. ആക്ച്വലി ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ അപ്പോൾ ഈ ഉപനിഷത്തുകളൊക്കെ ഈ ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഗ്രന്ഥങ്ങളല്ലേ? അപ്പോൾ അതിലൊന്നും മതമില്ലേ? ഉപനിഷത്തുകളിൽ അങ്ങനെ ഒരു മതം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് ഒരു കവിതയാണ്, കഥയാണ്, ഭാവനയാണ്, തത്വചിന്തയാണ്. അത് ബേസിക്കലി ഓരോരോ കാര്യങ്ങൾ, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അതൊക്കെ ബ്രഹ്മത്തെക്കുറിച്ച് സംസാരിക്കും. അത് എല്ലാ കാലചിന്തയല്ലേ? അത് മതചിന്തയെന്നല്ല. അതിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഈ എന്താ പറയുക, ഭാവന. ബേസിക്കലി അത് ഫിക്ഷനാണ്. ഈ ഫിക്ഷൻ ശരിയാണെന്ന് പറയുന്നതാണ് മതം. അതാണ് ഒരു പ്രശ്നം. ഈ പാർവതിയും ശിവൻ്റെയും കഥ, അല്ലെങ്കിൽ ഗണപതിയുടെയും കാർത്തികേയൻ്റെയും കഥ, ഈ കഥകളൊക്കെ പലതും രസകരമാണ്, ഭയങ്കര ട്വിസ്റ്റൊക്കെ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉള്ള സാധനമാണ്. പക്ഷേ ഇത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അതിന് പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ പാലിക്കണം, നമ്മൾ അനുസരിക്കണം, നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളണം എന്നൊക്കെ പറയുന്ന ഒരു ഈ സാഹിത്യത്തിൻ്റെ അതിനെ സാഹിത്യം അല്ലാതായിട്ട് കാണുമ്പോൾ നിങ്ങളൊരു മതവിശ്വാസിയായിട്ട് മാറുന്നു. അതാണ് എൻ്റെ അർത്ഥം. ഹാരി പോട്ടർ, നമ്മുടെ ഇപ്പോൾ ലിറ്റ്മസ് 2022 പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ ഗോഡ് ഈസ് ഹാരി പോട്ടർ എന്നാണ്. അപ്പം ഒരു ഹാരി പോട്ടറാണ്, ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ആഗോള ഹാരി പോട്ടറായിട്ടാണ് മതം നിൽക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഹാരി പോട്ടർ. പക്ഷേ ഹാരി പോട്ടറിനെ ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല, സ്റ്റിൽ നമ്മൾ ആസ്വദിക്കുന്നു. മതത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. റിലീജിയൻ മുന്നോക്കം ദൈവം യഥാർത്ഥത്തിൽ ഹാരി പോട്ടറാണ്, പക്ഷേ അതിന് നമ്മൾ യാഥാർത്ഥ്യമായിട്ട് കാണുന്നു, അല്ലെ കാണാൻ ശ്രമിക്കുന്നു.
നമുക്ക് ചില കാര്യങ്ങളൊരു സമ്മറിയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ബുദ്ധമതത്തിനെതിരെയുള്ള ഒരു ട്രീറ്റീസാണ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സാറ് തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത് ഇത് ഇസ്ലാമിന് ഇവിടുത്തെ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റിലീജിയനാണ് എന്ന്, അങ്ങനെയാണോ? ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ്? ബേസിക്കലി നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഇപ്പം രാജ്യം ഉണ്ടാകുന്ന തന്നെ ഇന്ത്യ ഉണ്ടാകുന്നത് തന്നെ ഇപ്പം നമ്മളൊരു പനമ്പിലും നെല്ലുണക്കാനായിട്ട് രാവിലെ കൊണ്ടുവന്ന് മുറ്റത്തിടുക, വൈകുന്നേരം ഈ പനമ്പെടുത്തുകൊണ്ട് പോകുമ്പോൾ അത്രയും സ്ഥലത്തൊരു നനവ് ഒരു പനമ്പവിടെ ഉണ്ടാവും അല്ലേ? അതേപോലെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷുകാർ വന്ന് അവർ നിന്ന് പിടിച്ചിട്ട് ഇത് മാറ്റിയപ്പോൾ ഇറ്റ്സ് ബിഗാൻ ടു ലുക്ക് ലൈക്ക് എ കൺട്രി. അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ ഇങ്ങനെ വന്ന് ഇസ്ലാം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ വേറൊരു മതം വന്നിട്ട് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ല അവരൊരു ഗോത്രം ഉണ്ടാക്കുമ്പോൾ അതിന് പുറത്തുള്ളതെല്ലാം കൂടെ വേറൊരു ഗോത്രമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു റിയാക്ഷണറി, അത് നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കുന്ന. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഈ യോഗം സംഗമം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, യൂണിയൻ ഈ മാത്സിൽ പഠിക്കുമല്ലോ. ഓക്കെ, സെറ്റ്സിൽ പഠിക്കും. അതേപോലെ നമ്മൾ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ 10 പേര് മാറി നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1000 പേരുള്ള ഒരു ആൾക്കൂട്ടം, അവിടെ 10 പേര് മാറി ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ബാക്കി 990 പേരുടെ ഒരു മതം അവിടെ ഉണ്ടാവുകയാണ്.